വെൽക്കം ടു ഇമ്പൽ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ ഫാർമസിയുടെ പൈലറ്റ് പ്ലാൻ സ്കെയിൽ അപ്പ് ടെക്നിക്കാണ്. സോ വേറൊന്നുമില്ല, സ്കെയിൽ അപ്പ് ആണ്. നമുക്ക് മാക്സിമം എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് മോട്ടോ. നിങ്ങൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് ഫുൾ കാണാൻ വേണ്ടി കേട്ടോ. സോ പൈലറ്റ് പ്ലാൻ എന്ന് പറയുന്നത് വേദ 5 M's മണി, മെറ്റീരിയൽ, മാൻ പവർ, മെത്തേഡ്, മെഷീൻസ് ഒക്കെ നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. എന്നാൽ തന്നെയും ചില സമയങ്ങളിൽ നമുക്ക് ഈ ഒരു നിലവിൽ കിട്ടുന്ന, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം കൊണ്ട് നമുക്ക് കിട്ടുന്നത് എക്സും വൈയും ആണ്. എന്നാൽ ഈ കിട്ടുന്ന പ്രോസസ്സിനിടയിൽ നമ്മളൊരു എക്സ്ട്രാ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എക്സ് സി എന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ എക്സ് വൈ എക്സ് വൈ, അത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരുപാട് അല്ലെങ്കിൽ നമുക്ക് അധികമായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യുന്നു സാധനങ്ങൾ കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇറ്റ് സെർവ് എസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ലബോറട്ടറി സ്കെയിൽ ഡെവലപ്മെന്റ് ആൻഡ് ഫുൾ സ്കെയിൽ പ്രൊഡക്ഷൻ. സോ ബേസിക്കലി നമുക്ക് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ നമുക്ക് അധികമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മാനുഫാക്ചറിങ് പ്രോസസ് സ്മൂത്ത് ആക്കാനും അല്ലെങ്കിൽ പ്രോസസ്സുകളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? ടു ടെസ്റ്റ് ദ പ്രോസസ് ഓഫ് മോഡൽ ഓഫ് ദ പ്രൊപ്പോസ് പ്ലാൻ ബിഫോർ ഇൻവെസ്റ്റിംഗ് ലാർജ് സം ഇൻ പ്രൊഡക്ഷൻ യൂണിറ്റ്. സോ ചില സമയങ്ങളിൽ നമ്മൾ ഒരു പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന രീതിയായിട്ട് പൈലറ്റ് പ്ലാൻ സ്കിൽ ഉപയോഗിക്കാറുണ്ട്. ഇവാലുവേഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് പ്രൊഡക്റ്റ് പ്രോസസ് ആൻഡ് എക്യുപ്മെന്റ്. നമ്മൾ എക്യുപ്മെന്റ്സും പ്രോസസ്സിന്റെ ഒക്കെ വാലിഡേഷനും ഇവാലുവേഷനും ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ക്രിട്ടിക്കൽ പ്രോസസ് ഫീച്ചേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല പ്രോസസ് കൺട്രോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല മാസ്റ്റർ ഫോമുല എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയായിരിക്കണം. പിന്നെ അത് മാത്രമല്ല സ്കെയിൽ അപ്പ് ഇഷ്യൂസ്, ലാർജ് സ്കെയിൽ മാനുഫാക്ചറിംഗിലൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. സാധാരണ എക്സ് എന്നുള്ള സാധനം നമുക്ക് എക്സും വൈയും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വലിയ എറർ ഫ്രീ എൻവയോൺമെന്റ് ആക്കുക. അത് ഈ മണി, മെറ്റീരിയൽ, മാൻ പവർ, മെത്തേഡ്, മെഷീനൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെയും ഇതിനകത്ത് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കുന്ന രീതിയാണ് ഈ പൈലറ്റ് പ്ലാൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ. ജനറൽ കൺസിഡറേഷൻ ഉണ്ട്. റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി R&D ഗ്രൂപ്പാണ് മേജറായിട്ട് ചെയ്യുക. മാനേജ് ദ പൈലറ്റ് പ്ലാൻ വിത്ത് ഡെഡിക്കേറ്റഡ് പേഴ്സണൽ. ടു ഫോർമുലേറ്റർ ഹു ഡെവലപ്പ് ദ പ്രൊഡക്ഷൻ ഷുഡ് ഓവർസീ ട്രാൻസ്മിഷൻ ടു പ്രൊഡക്ഷൻ ടു പ്രൊവൈഡ് ഓൺഗോയിങ് സപ്പോർട്ട്. സോ അവരായിരിക്കും പിന്നെ ഫർദറിൽ ഉണ്ടാവുന്ന പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്ന അവരായിരിക്കും. ഇനി പേഴ്സണൽ റിക്വയർമെന്റ് ആരൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്? സയന്റിസ്റ്റുകൾ നമുക്ക് ആവശ്യമാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ പ്രൊഡക്ഷൻസിന് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഉണ്ടാവില്ല, അവരെ നമുക്ക് ആവശ്യമാണ്. എഞ്ചിനീയറിംഗ് നോളജ് ഉള്ള ആൾക്കാർ ആവശ്യമാണ്. അതായത് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് സ്കെയിലപ്പ് പ്ലാനുകളിൽ കൂടുതൽ അറിയുന്ന ആൾക്കാർ ആവശ്യമാണ്. സ്പേസ് റിക്വയർമെന്റ് വളരെ അത്യാവശ്യം തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, അതായത് ഓഫീസേഴ്സ് ഫോർ സയന്റിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് നിയർ ദ വർക്കിംഗ് ഏരിയ. സോ ഈ നമ്മുടെ ഓൾറെഡി സയന്റിസ്റ്റും ഓഫീസേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്ന അടുത്തായിരിക്കണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഏരിയ ഉണ്ടാവേണ്ടത്. ഫിസിക്കൽ ടെസ്റ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. റുട്ടീൻ ടെസ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം തന്നെയാണ്. സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റ് ഫ്ലോർ സ്പേസ്, അതായത് നമുക്ക് ഒരു ഫുൾ സ്കെയിൽ പ്രൊഡക്ഷനിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റുകൾ നമുക്ക് ആവശ്യമാണ്. പിന്നെ സ്ട്രോങ് ഏരിയ, നമുക്ക് സെപ്പറേറ്റ് ഏരിയ ഫോർ റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ബൾക്ക് പ്രൊഡക്ട്സിനും പാക്കേജിംഗ് മെറ്റീരിയൽസിനും അത്യാവശ്യമാണ്. ഫസ്റ്റ് പറഞ്ഞ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ആണ്, R&D ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞു. 2 പേഴ്സണൽ റിക്വയർമെന്റ് സയന്റിസ്റ്റുകൾ വേണം. പിന്നെ അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സ്കില്ലുള്ള ആൾക്കാരുകൾ, പിന്നെ അത് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളെ പറ്റി അറിവുള്ള ആൾക്കാരുകൾ, പിന്നെ എഞ്ചിനീയറിംഗ് നോളജ് ഉള്ള ആൾക്കാർ വേണം. സ്പേസ് റിക്വയർമെന്റ് ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷനും ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിനും നമുക്ക് ഈ ഓഫീസേഴ്സ് ഫോർ സയന്റിസ്റ്റ് ടെക്നീഷ്യൻസ് നിയർ വർക്കിംഗ് ഏരിയയിലായിരിക്കണം. ഫിസിക്കൽ ടെസ്റ്റിംഗ് ഏരിയ ഉണ്ടാവണം. സ്റ്റാൻഡ് എക്യുപ്മെന്റ് ഫ്ലോർ സ്പേസ് ഉണ്ടായിരിക്കണം. സ്റ്റോറേജ് ഏരിയയും ഉണ്ടായിരിക്കണം. ഇനി ഫോർമുല റിവ്യൂ ആണ്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ റോൾസ് ഓഫ് ഈച്ച് ഇൻഗ്രീഡിയൻ ഇൻ ദ ഫൈനൽ പ്രൊഡക്റ്റ്. സോ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ഓരോ ഇൻഗ്രീഡിയൻറ്റിനെയും നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് വരിക. എന്നാൽ തന്നെയും ഈ പൈലറ്റ് പ്ലാൻ സ്കെയിലിന് അതിൻ്റെതായ ചേഞ്ചസ് വരുത്താനുള്ള കഴിവുണ്ടായിരിക്കണം. നമ്മൾ വെറുതെ പൈലറ്റ് പ്ലാൻ കൊടുത്താൽ മാത്രം പോരല്ലോ. ഇനി റോ മെറ്റീരിയൽസ് ആണ്. അപ്രൂവൽ ആൻഡ് വാലിഡേഷൻ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ എക്സിപ്പിയൻസ്. സോ നമ്മൾ ഒരു റോ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പം അത് സുപ്പീരിയർ ക്വാളിറ്റി ആണോ അതോ ഇൻഫീരിയർ ക്വാളിറ്റി ആണോ എന്നൊക്കെ തിരിച്ചറിയാനും അതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ പറ്റണം. സ്മോൾ സ്കെയിൽ മെറ്റീരിയൽസിന് may not represent large scale production accurately. So small scale materials എന്ത് ചെയ്യില്ല, ഒരിക്കലും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് പക്ക ആകണം എന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ കുറഞ്ഞ സാധനങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ എന്റെ വീട്ടിൽ വെച്ചൊരു സാധനം ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് ഇത്ര കപ്പുകളും ഇത്ര വെസൽസും മതി. അത് വെച്ച് നമുക്ക് ലാർജ് സ്കെയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ.
എക്യുപ്മെന്റ് സെലക്ഷൻസ് എക്കണോമിക്കലായിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം. എക്യുപ്മെന്റുകളൊക്കെയും നമുക്ക് ബാച്ച് പ്രൊഡക്ഷന് അവൈലബിൾ ആവണം. അതായത് ഇപ്പം നമ്മൾ ഒരുപാട് ബൾക്ക് പ്രൊഡക്ട്സ് അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ആ പ്രൊഡക്ട്സുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. എന്നാൽ ചെറുതും ആവാൻ പാടില്ല, എന്നാൽ അത്ര വലുതും ആവാൻ പാടില്ല. ഇനി പ്രൊഡക്ഷൻ റേറ്റ് ആണ് കൺസിഡർ ഇമ്മീഡിയറ്റ് ആൻഡ് ഫ്യൂച്ചർ മാർക്കറ്റ് ട്രെൻഡ് വെൻ ഡിറ്റർമൈനിങ് പ്രൊഡക്ഷൻ റേറ്റ്. സോ ഇനി എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഞാൻ പപ്പടം ഉണ്ടാക്കുന്നു. അപ്പോൾ ഓണത്തിന് ഉണ്ടാക്കുന്ന പപ്പടവും ക്രിസ്മസിന് ഉണ്ടാക്കുന്ന പപ്പടവും സാധാരണ ഉണ്ടാക്കുന്ന പപ്പടത്തിൻ്റെയും അളവ് കൂടുതലും കുറവുമായിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്? സീസണിൽ നമുക്ക് ഈ പപ്പടത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്, അത് പറയുന്ന പോലെ. ഇനി പ്രോസസ് ഇവാലുവേഷൻ ആണ്. മിക്സിംഗ് പാരാമീറ്റേഴ്സ് ആണെങ്കിൽ ഓർഡർ, സ്പീഡ്, ടൈം, ഇതൊക്കെ നിങ്ങൾ സ്യൂട്ടിക്സ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര സ്പീഡ് പോകുന്നത് ടെമ്പറേച്ചർ കൺട്രോൾ നോക്കണം, ഫിൽട്രേഷൻ സ്ക്രീൻ നോക്കണം, ഡ്രൈയിങ് പാരാമീറ്റേഴ്സ് നോക്കണം. ഇതൊക്കെ നിങ്ങൾ എവിടെയാ? സ്യൂട്ടിക്സിൽ പഠിക്കുന്ന കാര്യമാണ്. ഇനി മാസ്റ്റർ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ. സോ മാസ്റ്റർ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ കൊണ്ട് അതിൻ്റെ പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ഷീറ്റ്, ക്ലിയർ ഐഡന്റിഫിക്കേഷൻ ഓഫ് കെമിക്കൽ പെർ ബാച്ച്, procession direction, precise and explicit instruction, manufacturing product procedure, document by the actual operator specifying mixing speed, temperature and storage condition. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമ്മൾ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് എത്ര സ്പീഡിലാണ്, എത്ര ടെമ്പറേച്ചറിലാണ്, സ്റ്റോറേജ് കണ്ടീഷൻ എങ്ങനെയാണ്, എത്രത്തോളം പ്രിസൈസ് ആയിരിക്കണം, ഇൻസ്ട്രക്ഷൻ ഓക്കെ ആണോ, ഓരോ കെമിക്കൽ ബാച്ചും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാസ്റ്റർ മാനുഫാക്ചറിങ് പ്രൊസീജിയേഴ്സ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സ്റ്റെബിലിറ്റി ആൻഡ് യൂണിഫോമിറ്റി ആണ്. എൻഷുറിംഗ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി ഇൻ ദ ഫൈനൽ ഫോർമുലേഷൻ. സോ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് സ്റ്റെബിലിറ്റി അത്യാവശ്യമാണ്. എന്നാൽ ലാസ്റ്റ് ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൽ നമുക്ക് ഫിസിക്കലും കെമിക്കൽ സ്റ്റെബിലിറ്റിയും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. കണ്ടക്ടിങ് സ്റ്റെബിലിറ്റി സ്റ്റഡീസ് ഓൺ പൈൽ ബാച്ചസ് ആൻഡ് ഫിനിഷ്ഡ് പാക്കേജസ്. സോ നമ്മൾ സ്റ്റെബിലിറ്റി സ്റ്റഡി പൈൽ ബാച്ചുകളിലും ഫിനിഷ്ഡ് ബാച്ചിലും നമ്മൾ ഉറപ്പായിട്ടും നോക്കിയിരിക്കണം. ഇനി സ്കെയിൽ അപ്പ് കൺസിഡറേഷൻ ഫോർ സോൾ ഡോസേജ് ഫോം ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, സ്യൂട്ടിക്സ് പഠിച്ച കാര്യമാണ്. അപ്പോൾ വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, പറഞ്ഞു പോവേ ഉള്ളൂ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് നമ്മൾ വേ ചെയ്യണം. ആക്യുറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിലും ലോഡ് ചെയ്യേണ്ടതൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ പമ്പുകൾ അല്ലെങ്കിൽ സ്ക്രൂ ഫീഡേഴ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യണം? ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർ ഡോക്യുമെന്റേഷനും പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം. ഡ്രൈ ബ്ലെൻഡിങ്, അതായത് യൂണിഫോം ഡ്രഗ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. യൂണിഫോം വേരിയേഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ എന്താണ്, ലോ ഡോസ് ഫോർമുലേഷനിലൊക്കെ ചില സമയത്ത് യൂണിഫോമിറ്റിൻ്റെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു. ഗ്രാനുലേഷൻ ടെക്നിക്ക് ആണെങ്കിലോ വെറ്റ് ഗ്രാനുലേഷൻ ഉണ്ട്, ഡ്രൈ ഗ്രാനുലേഷൻ ഉണ്ട്, ഡയറക്റ്റ് കംപ്രഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ സ്യൂട്ടിക്സ് പഠിച്ച കാര്യമാണ്. സോ മെറ്റീരിയൽ ഹാൻഡിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമാണ്. ആക്യുറേറ്റ്ലി ഇൻഗ്രീഡിയൻ്റ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ആവശ്യമാണ് അല്ലേ. ഇനി ഡ്രൈയിങ് മെത്തേഡ് ആണെങ്കിൽ ഹോട്ട് എയർ ഓവൻ ഉണ്ട്, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ ഉണ്ട്. പാർട്ടിക്കിൾ സൈസ് റെഡ്യൂസർ ആണെങ്കിലോ എന്തിനാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്? നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫ്ലോയബിലിറ്റി, കംപ്രസബിലിറ്റി, യൂണിഫോമിറ്റി, ഹാർഡ്നെസ് ഒക്കെ നമുക്ക് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്. ബ്ലെൻഡിങ് എന്തിനാണ് ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമാണ് അല്ലേ. പാർട്ടിക്കിൾ സൈസൊക്കെ പ്രോപ്പറായിരിക്കാനും ഷേപ്പും ഹാർഡ്നെസ്സും ഒക്കെ പ്രോപ്പർ ആവാൻ വേണ്ടി. നെക്സ്റ്റ് ഒന്ന് സ്ലഗിങ് ആണ്. നമ്മൾ പൗഡേഴ്സിലാണ് യൂസ്ഡ് വെൻ പൗഡേഴ്സ് കനോട്ട് ബി ഡയറക്ട്ലി കംപ്രസ് ഡ്യൂ ടു ഫ്ലോ പ്രോപ്പർട്ടി. സോ പുവർ ഫ്ലോ പ്രോപ്പർട്ടി, അങ്ങനെ പെട്ടെന്ന് വീഴാത്ത സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുക? സ്ലഗിങ് അല്ലെങ്കിൽ സ്ലഡ്ജിങ്. നെക്സ്റ്റ് വൺ ഇസ് കംപ്രഷൻ ആണ്. എന്താണ് കംപ്രഷൻ? നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൈ സ്പീഡ് ടാബ്ലറ്റ് പ്രൊസസ് ടെസ്റ്റ് ഫോർമുലേഷൻ എഫിഷ്യൻസി. സോ നമ്മൾ കംപ്രസ് ചെയ്തുകൊണ്ട് പല ഫോർമുലേഷൻസ് ലൈക്ക് ടാബ്ലറ്റ് പോലുള്ള ഫോർമുലേഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ക്വാളിറ്റി കൺട്രോൾ, ICH ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്വാളിറ്റി കൺട്രോൾ നടത്തണം. ലൈറ്റ് സ്റ്റെബിലിറ്റി ടെസ്റ്റ്, ഡീഗ്രഡേഷൻ സ്റ്റഡീസ് ഒക്കെ നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനെന്താ മനസ്സിലായേ? അത് സോൾ ഡോസേജ് ഫോമിൻ്റെ സ്കെയിലപ്പ് കൺസിഡറേഷൻ എന്തൊക്കെയാണ്? ഇതെല്ലാം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? സ്യൂട്ടിക്സിൽ പഠിച്ചാണ്. വീണ്ടും നമ്മളത് ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം, എഴുതാൻ അറിയാം, നിങ്ങൾക്ക് എന്താണെന്നറിയാം. പക്ഷേ ഇത്രയും പോയിന്റ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതുമ്പോൾ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ലിക്വിഡ്സ് ആണ്. സോ ജനറൽ കൺസിഡറേഷൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ലിക്വിഡ്സ് തന്നെ ന്യൂട്ടോണിനുണ്ട്, സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലോ ബിഹേവിയർ കാണിക്കാറുണ്ട്.
സോ നമ്മൾ മിക്കവാറും ഒക്കെ എല്ലാ ലിക്വിഡ് ഫോർമുലേഷൻസും റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ മേജറായിട്ട് വെക്കാൻ ശ്രമിക്കാറുള്ളത്. സൂചി ഫോം രണ്ട് തരത്തിലുള്ളത്, ഒന്ന് ഡിസ്പേഴ്സ് സിസ്റ്റവും ഉണ്ട്, ഒന്ന് സൊല്യൂഷനും ഉണ്ട്. എന്താണ് ഡിസ്പേഴ്സ്ഡ് സിസ്റ്റവും ഉണ്ട്, സൊല്യൂഷനും ഉണ്ട്. ഡിസ്പേഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫേസ് ഉണ്ടായിരിക്കും, വേർ വൺ ഫേസ് ഇസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് എന്നത്. സൊല്യൂഷൻ ആണെങ്കിലോ ഹോമോജിനസ് ആണ്, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ ഉപ്പ് വെള്ളം, പഞ്ചസാര വെള്ളം എന്നൊക്കെ പറയുന്ന പോലെ. ലിക്വിഡ് മാനുഫാക്ചറിങ് എങ്ങനെയാണ്? നമ്മൾ ആദ്യം പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ റിക്വയർ, നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടത് നമ്മൾ എടുക്കുക, ലിക്വിഡ് പ്രിപ്പയർ ചെയ്യുക, ഫില്ലിംഗ് ആൻഡ് പാക്കിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, ഇതാണ് നമ്മൾ ചെയ്യുക. നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ ലിക്വിഡ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട്. ഫിസിക്കൽ പ്ലാന്റ്, HVAC, ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ സിസ്റ്റം നമുക്ക് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെ മാനുഫാക്ചറിങ് ഏരിയയിൽ നമ്മൾ ബേസിക് ആയിട്ട് നോക്കേണ്ടതാണ്. ഫിസിക്കൽ പ്ലാന്റ് എന്താണ്? അത് നമുക്ക് വലിയ വലിയ പ്ലാന്റുകൾ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ സൊല്യൂഷനൊക്കെ മിക്സ് ചെയ്യുന്നത്, കലക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതിനകത്താണ്. ഇനി ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്കെയിൽ പാരാമീറ്റേഴ്സ് ആണ്. പറ്റുന്നതൊക്കെ പഠിച്ചു വെക്കുക. സോ ഇമ്പൽ ഡയമീറ്റർ, ടാങ്കിന്റെ സൈസ്, എത്ര ഇമ്പലേഴ്സ് ഉണ്ട്, കലക്കുന്ന സാധനം ഉണ്ട്, ഇമ്പലിന്റെ ടൈപ്പുകൾ, മിക്സിംഗ് കാപ്പബിലിറ്റി ഓഫ് ഇമ്പലേഴ്സ്. അതായത് ഇപ്പൊ ബേസിക്കലി നമുക്ക് ഒരു വലിയൊരു ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എല്ലാം കൂടെ ഭാര്യ പറക്കിയിട്ട് വെറുതെ നമുക്ക് എന്തെങ്കിലും സ്പൂൺ കൊണ്ട് കലക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ അതിനകത്ത് പല തരത്തിലുള്ള ഇമ്പലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊപ്പലേഴ്സ് ഉണ്ട്. അപ്പൊ ഈ പ്രൊപ്പലേഴ്സുകളുടെ കറങ്ങുന്ന രീതി, എങ്ങനെ കറങ്ങുന്നു, എത്ര പ്രൊപ്പലേഴ്സ് ഉണ്ട്, അതിന്റെ ടാങ്കിന്റെ സൈസ് എങ്ങനെയാണ്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണോ, എത്ര ബാഫിൾസ് ഉണ്ട്, ഈ ഇമ്പലേഴ്സും ടാങ്ക് വാളും തമ്മിൽ എത്രത്തോളം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചില സമയത്ത് ചില ടാങ്കൊക്കെ ഇങ്ങനെ സൈഡ് കോർണർ ആയിരിക്കും, അപ്പൊ ഇവിടെ ഒന്നും ഇമ്പലേഴ്സിന് പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ യൂണിഫോം സൈസ് വെക്കുവാണെങ്കിൽ പ്രോപ്പറായിട്ട് കറങ്ങുകയൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ, അല്ലെങ്കിൽ ഇപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ചില മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, ടാങ്കിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷൻ ഇപ്പം അസിഡിക് ആണ് അല്ലെങ്കിൽ ബേസിക് ആണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചില സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എല്ലാം അറിയുന്നത്. അപ്പൊ നിങ്ങളത് വായിച്ചു പോയാൽ മതി. ഇനി സ്കെയിൽ അപ്പ് കൺസിഡറേഷൻ ഫോർ സസ്പെൻഷൻ ആണ്. സസ്പെൻഷൻ ആണെങ്കിൽ വെർസാറ്റോർ, ടു അവോയ്ഡ് എയർ എൻട്രാപ്മെന്റ്, എയർ കയറാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെർസാറ്റോർ. പിന്നെ വെറ്റിംഗ് ഓഫ് സസ്പെൻഡിങ് ഏജന്റ്, പിന്നെ ഡിസ്പേർഷൻ ഓഫ് സസ്പെൻഡിങ് ഏജന്റ്, പിന്നെ എക്യുപ്മെന്റ് എങ്ങനെ എടുക്കുന്നു, ടൈം, ടെമ്പറേച്ചർ, മിക്സിംഗ് സ്പീഡ് എങ്ങനെയാണ്, മെഷ് സൈസ് എങ്ങനെയാണ്. സസ്പെൻഷൻ ഉണ്ടാക്കാൻ നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാച്ചിനൊക്കെ പ്രോപ്പറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷ് സൈസ് നോക്കാറുണ്ട്. മിക്സിംഗ് സ്പീഡ് ആണെങ്കിലോ, ഹൈ സ്പീഡ് ആണെങ്കിൽ എയർ എൻട്രാപ്മെന്റ് ഉണ്ടാകും. ടൈമും ടെമ്പറേച്ചറും വളരെ അത്യാവശ്യമാണ്. ചില സമയങ്ങളിൽ സസ്പെൻഡിങ് ഏജന്റൊക്കെ ഹൈഡ്രേഷനൊക്കെ സംഭവിക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് സ്കെയിൽ അപ്പ് കൺസിഡറേഷൻ ഫോർ എമൽഷൻ ആണ്. ഹോമോജനൈസിങ് എക്യുപ്മെന്റ്, ടെമ്പറേച്ചർ കൺട്രോൾ, മിക്സിംഗ് എക്യുപ്മെന്റ്, ഫേസ് ഡെൻസിറ്റൈസർ, ഇൻ പ്രോസസ് ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ് ഫിൽറ്റേഴ്സ്, ഫേസ് വോളിയം, സ്ക്രീൻ പമ്പ് ആൻഡ് ഫില്ലിംഗ് എക്യുപ്മെന്റ്സ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്കെയിലപ്പ് ചെയ്യാൻ, ഒരു മാനുഫാക്ചറിങ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മിനിമം ആയിട്ട് വേണ്ടത്, അങ്ങനെ പറയുന്ന എക്യുപ്മെന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി നമ്മൾ സെമി സോൾസ് ആണ്. ഇവിടെ മിക്സിംഗ് സ്പീഡ് എന്താ നമ്മൾ നോക്കുന്നത്? ബേസിക് ആയിട്ട് പറഞ്ഞാൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. മിക്സിംഗ് എക്യുപ്മെന്റ് ആണെങ്കിലോ, എക്യുപ്മെന്റ് നമ്മൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യണം, എല്ലാ ഭാഗത്തും പ്രോപ്പറായിട്ട് ടോപ്പ് ടു ബോട്ടം എന്ത് ചെയ്യണം, എല്ലാ ഭാഗവും എഫിഷ്യൻ്റ് ആയിട്ട് മിക്സ് ആകണം. അപ്പോൾ അതിനുവേണ്ടി മിക്സിംഗ് എക്യുപ്മെന്റ്സ് അത്യാവശ്യമാണ്. മോട്ടേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? മോട്ടേഴ്സ് എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ടൊരു വിസ്കസ് സ്റ്റേജ്, എന്താ പ്രോപ്പർ നമുക്ക് മിക്സിംഗ് സിസ്റ്റം നമുക്ക് പ്രോപ്പറായിട്ട് നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ സെമി സോൾഡ് ആകുമ്പോൾ അറിയാമല്ലോ, ചെറിയൊരു വിസ്കോസിറ്റി കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് പ്രോസസ്സ്. സോ ചില സമയത്തൊക്കെ യൂണിഫോമിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടാവുക. സോ അപ്പോൾ എൻഷുർ യൂണിഫോമിറ്റി ആൻഡ് പ്രിവെന്റ് ഫേസ് സെപ്പറേഷൻ. സോ ഫേസ് സെപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടി യൂണിഫോമിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് പ്രോസസ് അത്യാവശ്യമാണ്. ഇനി കമ്പോണന്റ് ഹോമോജനൈസർ ആണ്. അച്ചീവ്സ് കൺസിസ്റ്റന്റ്ലി ഇൻ കമ്പോസിഷൻ. ഇനി പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ, കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അഡിഷൻ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. സോ ഡോസ്, കൺസിസ്റ്റൻസി, വർക്കിംഗ് ടെമ്പറേച്ചർ റേഞ്ച്. സോ നമുക്ക് ഒരു ഇൻറ്റഗ്രിറ്റിയും അല്ലെങ്കിൽ പ്രോപ്പർ വാല്യൂ ഒന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഷിയർ കൺസിഡറേഷൻ. ചില സമയത്തൊക്കെ ഈ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഒക്കെ ഈ ടാങ്കുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട്, ഡ്യൂറിങ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഫ്രം മാനുഫാക്ചറിങ് ടു ഹോൾഡിംഗ് ടാങ്ക് ടു ഫില്ലിംഗ് ലൈൻ. സോ നമ്മൾ എന്ത് ചെയ്യണം,
അത് ഫില്ല് ചെയ്യുന്നത് വരെയുള്ള സമയത്തുള്ളത് ഷിയർ കൺസ്ട്രക്ഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ പമ്പാണ്. സോ മസ്റ്റ് എഫിഷ്യൻ്റ്ലി മൂവ് വിസ്കസ് മെറ്റീരിയൽ വിത്തൗട്ട് എക്സസീവ് ഷിയർ ആൻഡ് ഷുഡ് ബി ഫ്രീ ഫ്രം എയർ എൻട്രാപ്മെന്റ്. ഒരു കാരണവശാലും എയർ ഉള്ളിൽ കയറാൻ പാടില്ല. സോ എല്ലാ ഡ്രഗുകളിലും എയർ എൻട്രാപ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യും, എയർ കയറി കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. പമ്പ് സെലക്ഷൻ ആണെങ്കിലോ പമ്പിന്റെ റേറ്റ്, പമ്പിന്റെ പ്രഷർ, പമ്പിന്റെ സർഫസ് കമ്പാറ്റബിലിറ്റി ആൻഡ് പ്രൊഡക്റ്റ് വിസ്കോസിറ്റി നമ്മൾ നോക്കിയിട്ട് വേണം പമ്പും എടുക്കേണ്ടത്. ഇതൊക്കെ എളുപ്പമാണ്. ഇനിയാണ് ഇമ്പോർട്ടന്റ് സുപ്പാക്ക്. സോ സുപ്പാക്ക് എന്ന് വെച്ചാൽ സ്കെയിൽ അപ്പ് ആൻഡ് പോസ്റ്റ് അപ്രൂവൽ ചേഞ്ചസ് ഗൈഡ് ലൈൻസ് എന്ന് പറയും. എനി സ്കെയിൽ അപ്പ് ഓർ ചേഞ്ച് ഇൻ കമ്പോഷൻ, മാനുഫാക്ചറിംഗ് പ്രോസസ്, എക്യുപ്മെന്റ് ഓർ സൈറ്റ് റിക്വയർഡ് FDA അപ്രൂവൽ. സോ ഇനി നമ്മൾ വൺസ് ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സാധനമാണ് സുപ്പാക്ക്. സുപ്പാക് IR ഇമ്മീഡിയറ്റ് റിലീസ്, സുപ്പാക് MR മോഡിഫൈഡ് റിലീസ്, സുപ്പാക് SS നോൺ സ്റ്റെറൈൽ സെമി സോൾഡ് ഫോം ലൈക്ക് ക്രീം, ഓയിൽമെന്റ്, ജെൽ, ലോഷൻ. ഈ രീതിയിലാണ് സുപ്പാക് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നതാണെങ്കിൽ IR-ഉം, MR ആണെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതാണെങ്കിലും, SS ആണെങ്കിൽ നോൺ സ്റ്റെറൈൽ സെമി സോൾഡ് ലൈക്ക് ക്രീം, ഓയിൽമെന്റ്, ജെൽ, ലോഷൻ ആണെങ്കിൽ SS-ഉം ആയിരിക്കും. ലെവൽ ഓഫ് ചേഞ്ചസ് മൈൻഡ് ആണെങ്കിൽ ലെവൽ 1. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിലെ കളറ്, ഫ്ലേവർ, എക്സിപ്പീൻസിലൊക്കെയാണ് മാറ്റം വരുത്തെങ്കിൽ ലെവൽ 1. മോഡറേറ്റ് ആണെങ്കിൽ ലെവൽ 2. അവിടെ വെച്ചാൽ ക്വാളിറ്റി അഷ്വറൻസിനും ക്വാളിറ്റിയെ ബാധിക്കുന്നതാണ്. ഒരു ഫോർമുലേഷന്റെ ക്വാളിറ്റിനെ ബാധിക്കുന്നതാണ്. ഒരു വലിയൊരു ചേഞ്ച് ഉണ്ട്. സോ ചേഞ്ച് ഇൻ ടെക്നിക്കൽ ഗ്രേഡ് ഓഫ് എക്സിപ്പീൻസ് ലൈക്ക് AVSL 1 or 2 VS AVSL 100. കണ്ടോ, ഒരു മേജർ ചേഞ്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് മേജർ എന്നല്ല, ഒരു മൈനർ കൈൻഡ് ഓഫ്. നെക്സ്റ്റ് വൺ ഈസ് മേജർ ലെവൽ 3 ആണ്. ഇവിടെ സിഗ്നിഫിക്കൻ്റ് ടോട്ടലി പെർഫോമൻസും ക്വാളിറ്റി എല്ലാം മാറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെവൽ 3 ആയിരിക്കും. എനി ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് എക്സിപ്പിയൻ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡ്രഗ് ഫോർമുലേഷൻ. സോ ടോട്ടലി മാറുന്നുണ്ടെങ്കിൽ ലെവൽ 3 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ലെവൽ 1, 2, 3. ഒരു കാരണവശാലും സുപ്പാക്കിന്റെ ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് ചേഞ്ചസ് നമ്മൾ നിങ്ങൾക്ക് മാറിപ്പോകരുത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രഡക്ഷൻ ടു പ്ലാറ്റ്ഫോം ടെക്നോളജിയാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം, അതുകൊണ്ട് നിങ്ങളൊരു അഡ്വാൻസ് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നു. അതായത് നിങ്ങൾക്ക് അറിയുന്ന നോളജ് വെച്ച്, പ്രയർ നോളജ് വെച്ച് പുതിയ മോളിക്കൂൾ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റിസ്ക് കുറയും അല്ലേ? അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് കുറയുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ക്വാളിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസുകളാണ് പ്ലാറ്റ്ഫോം ടെക്നോളജി എന്ന് പറയാം. ഇനി ഡിസൈനിങ് ഓഫ് പ്ലാറ്റ്ഫോം ടെക്നോളജി, ഐഡന്റിഫൈങ് മാർക്കറ്റ് ആപ്ലിക്കേഷൻ. സോ ബേസിക്കലി നമ്മൾ ഈ ടെക്നോളജി ഫ്യൂച്ചർ ആപ്ലിക്കേഷൻ എത്രത്തോളം നമ്മളെ ബാധിക്കും നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് ഡിറ്റർമിനിങ് കോർ ബിൽഡിംഗ് ബ്ലോക്ക്. സോ ഫണ്ടമെന്റൽ കമ്പോണൻസുകൾ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ഫണ്ടമെന്റൽ കമ്പോണൻസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് അക്രോസ് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ. സോ നമുക്ക് ഒരു കാര്യം തന്നെ, ഇപ്പൊ എക്സാമ്പിൾ എനിക്ക് രസം ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് അത് സാമ്പാറിൽ അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നത് പോലെ, എനിക്കൊരു കാര്യം ബേസിക് ആയിട്ട് അറിയാമെങ്കിൽ അത് എല്ലാത്തിലും അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നത് പോലെ. ഐഡന്റിഫൈ നെസറി ചേഞ്ചസ്. നമ്മൾ ചില ഒരു സമയത്ത് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വിചാരിക്കാം നമുക്കൊരു മാറ്റം വേണം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞ ലെവൽ 3 ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. ഇനി മോഡുലർ ഡിസൈൻ ആണ്. സോ നമുക്ക് ബേസിക്കലി ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമൈസ് പ്ലാറ്റ്ഫോം ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ കൂടുതൽ ബെനിഫിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം മാനുഫാക്ചറിങ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇനി പെർഫോമൻസ് സ്പെസിഫിക്കേഷൻ ആണ്. നമുക്ക് ഡിഫൈൻ പ്ലാറ്റ്ഫോം പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ടു മീറ്റ് ആന്റിസിപ്പേറ്റ് ആപ്ലിക്കേഷൻ നീഡ്സ്. നമുക്കറിയാം ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അല്ലെങ്കിൽ ഇത്ര കൂടെ മോർ ആയിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്ത് നന്നായിരുന്നേ നമുക്ക് തോന്നില്ലേ? ആ സമയത്തൊക്കെ ഈ പ്ലാറ്റ്ഫോം ടെക്നോളജിയൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് പ്ലാറ്റ്ഫോം ടെക്നോളജിയാണ്. എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം? മെഡിസിൻ ഡിവൈസ്. ഒരുപാട് മെഡിസിൻ ഡിവൈസുകൾക്ക് പിന്നെ ഡിഫറെന്റ് വേരിയേഷൻസ് വരാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ സേഫ്റ്റി അല്ലെങ്കിൽ പ്രൊഡക്ട്സിനെ മോർ ഇവാലുവേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ മോസ്റ്റ് എഫിഷ്യന്റ് രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഒഴിവാക്കിയായിരിക്കും ചെയ്യുക. ഡ്രഗ് ഡെലിവറി സിസ്റ്റം ലൈക്ക് ഇപ്പോൾ സിപ്ല ഉള്ള കമ്പനികളിലൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡ്രഗ് ഡെലിവറിയുടെ ക്യാപ്പബിലിറ്റി കൂട്ടുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ സസ്റ്റൈൻ റിലീസ് സിസ്റ്റം, കോമ്പിനേഷൻ പ്രൊഡക്ട്സുകൾ, അഡ്വാൻസ് ഡ്രഗ് ഡെലിവറി പ്ലാറ്റ്ഫോംസുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൊണ്ടുള്ള റീസൺ എന്തുകൊണ്ടാണ്? അവർക്ക് ഒരുപാട് റിസർച്ചുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടത്തിയതിനു ശേഷം ഇത് ഒരുപാട് എഫിഷ്യന്റ് ആണ് അല്ലെങ്കിൽ സേഫ് ആണ് എന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ്.
ഇനി എമർജിംഗ് ടെക്നോളജി ഇൻ ഡ്രഗ് ഡെലിവറി ആണ്. ഇപ്പോൾ തന്നെ നാനോ ടെക്നോളജി, മൈക്രോസ്പിയേഴ്സ്, ലിപ്പോസോംസ്, ഹോട്ട് മെൽറ്റ് എക്സ്ക്രൂഷൻ, SRF, പിന്നെ ODTs, സ്പ്രിങ്കിൾസ് പോലുള്ള ഒരുപാട് ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുവാണ്. ഇത് കൊണ്ടുവരുന്ന ഉപയോഗം എന്താണ്? മാക്സിമം എഫിഷ്യൻസി കൂട്ടുക, പ്രൊഡക്റ്റ് ഡെലിവറി കൂട്ടുക, പിന്നെ ഏറ്റവും കൂടുതൽ സേഫ് ആയിരിക്കുക, റിസ്ക് ഫ്രീ ആയിരിക്കുക. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ആക്ച്വൽ മെത്തേഡ് ആണ് എന്ത്? ഈ പ്ലാറ്റ്ഫോം ടെക്നോളജി. ഒരു പൈലറ്റ് പ്ലാൻ സ്കെയിലിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പ്രയർ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അതുപോലെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് എഴുതാൻ പറ്റും. കാരണം സെമി സോൾഡും ലിക്വിഡും സോൾഡും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പൈലറ്റ് പ്ലാൻ സ്കെയിലും പിന്നെ പ്ലാറ്റ്ഫോം ടെക്നോളജി മാത്രമേ ഉള്ളൂ. അതൊഴികെ നോക്കുവാണെങ്കിൽ ബാക്കിയെല്ലാം സെയിം ആണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.